RSSലേക്ക് ഒഴുകിയ ആ യുവത്വത്തെ കണ്ട് വല്ലാതെ വിറളി പൂണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. അതിന്റെ ഫലമായിട്ടാണല്ലോ പിന്നീട് നടന്ന ധാരാളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കണ്ണൂരിലടക്കം അല്ലെ? അതൊരുപക്ഷെ ആ വിറളി പൂണ്ടുകൊണ്ടായിരിക്കില്ലേ ആ യുവത്വത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവരിത്രയും നീചമായി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ അഴിച്ചുവിട്ടത്? അത് തന്നെയാണ് എൻ്റെ കാരണം. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും. കാരണം തങ്ങളുടെ കൂടെയുള്ള ചെറുപ്പക്കാരെല്ലാം RSSലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ രക്തത്തിലുള്ള ഒരു സ്വഭാവമാണല്ലോ തങ്ങളുടെ എതിരാളികൾ എന്നുള്ളത് കമ്മ്യൂണിസത്തിലില്ല. ശത്രുക്കളേ ഉള്ളൂ, വർഗശത്രുക്കൾ. ഒന്നുകിൽ അവരുടെ കൂടെ അല്ലെങ്കിൽ ശത്രുക്കൾ. ഈ നിലയിലാണ് അവരുടെ തത്വശാസ്ത്രം തന്നെ. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഈ RSSലേക്ക് ചെറുപ്പക്കാർ ഒഴുകുന്നത് കണ്ടപ്പോൾ അതെല്ലാ തരത്തിലുമുള്ളവർ, പാവപ്പെട്ടവർ, കൂലിപ്പണിക്കാരുടെ മക്കൾ, കോളേജിൽ പഠിക്കുന്നവർ, യൂണിവേഴ്സിറ്റികളിലുള്ളവരൊക്കെ പോകുന്നത് കണ്ടപ്പോൾ തടയാൻ മറ്റൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈകളിലില്ലല്ലോ. അവരുടെ കൈകളിലുള്ളത് കൊടുവാളും ബോംബും മാത്രമാണ്. അതുകൊണ്ട് അത് വേറെ. ഇപ്പോൾ അവർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് തടയാൻ പാടുണ്ടോ? അവർ ചെയ്തത് RSSൻ്റെ ശാഖകൾ ആക്രമിക്കുക, വെറുതെ എവിടെയെങ്കിലും സംഘർഷം ഉണ്ടാക്കുകയല്ല, നേരെ ശാഖകൾ ആക്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ ശാഖകളിൽ ആക്രമിച്ചിട്ടാണ് പലരെയും കൊന്നിട്ടുള്ളത്. പലരും സംഘത്തിൻ്റെ ബലിദാനികളായിട്ടുള്ളത്, രക്തസാക്ഷികളായിട്ടുള്ളത് ശാഖകളിൽ ആക്രമിച്ചിട്ടാണ്. സ്വയം സേവകരുടെ വീടുകളിൽ അങ്ങനെ ഒരു കൊലപാതക കേസിലെ പ്രതിയാണല്ലോ നമ്മുടെ ഇന്നത്തെ ഭരണാധികാരി എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത് കേരളം മുഴുവൻ അറിയുന്നതാണ്. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടത്തി കേരളം മുഴുവൻ ഒന്നല്ല, ഈ സ്പോർട്സിലൊക്കെ ഗോൾ അടിക്കുമ്പോൾ എണ്ണം പറയുന്നത് പോലെ ആയിരുന്നില്ലേ ഓരോ നാളിൽ? വിശേഷിച്ച് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ അവർക്കെങ്ങനെ സഹിക്കും? പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞെന്നാൽ ഒരു കമ്മ്യൂണാണ്. അതിനുള്ളിൽ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും. അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആയിരിക്കും അവിടുത്തെ പോലീസ് തലവൻ. അവർ പറയുന്നത് പോലെ ജനങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം, ജീവിച്ചു കൊള്ളണം. അവർ എന്ത് പറയണമെന്നോ അത് ചെയ്തു കൊള്ളണം. ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവർ പോയിക്കൊള്ളണം, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല. വീടിന് വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പാടില്ല. എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു അവസ്ഥയാണ് പാർട്ടി ഗ്രാമം എന്ന് പറയുന്നത്. ആ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും ചെറുപ്പക്കാർ ജീവൻ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും ഈ കെട്ട പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശാഖകളിലേക്ക് വരികയായിരുന്നു. അതിനെ തടയാൻ അവർ ആദ്യം കുപ്രചരണം, അങ്ങനെയാണല്ലോ അവരുടെ ഒരു രീതി, നുണപ്രചാരണം. അവൻ പെണ്ണുപിടിയനാണ്, കള്ളുകുടിയനാണ്, കള്ളനാണ്, കുഴപ്പക്കാരനാണ് എന്നുള്ള സ്ഥിരം അവരുടെ പ്രചാരണം അവർ നടത്തും. ജോലിയുള്ളവരാണെങ്കിൽ കള്ളക്കേസ് കൊടുക്കും. അവർ ഭരിക്കുകയാണെങ്കിൽ ആ കള്ളക്കേസിൽ പിടിച്ച് ജയിലിലിടും, ജോലി നഷ്ടപ്പെടുത്തും. അതല്ലെങ്കിൽ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തും, ഭാര്യയും ഉണ്ടെങ്കിൽ അവരെ, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ ഭീഷണിപ്പെടുത്തും. മകൻ മരിക്കും, മകനെ മരിക്കാൻ വിടുകയാണോ എന്ന് ചോദിക്കും. പ്രവർത്തകരുടെ വീടുകളിൽ കൊണ്ട് റീത്ത് വെക്കും. നാട്ടിലെമ്പാടും കൊലവിളി മുദ്രാവാക്യം നടത്തും, എഴുതി വെക്കും, ഇത്രാം തീയതി നിൻ്റെ അന്ത്യമാണ് എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ നിരന്തരമായി ഭയപ്പെടുത്തും. സാമാന്യമായ മനക്കരുത്തില്ലാത്തവരൊക്കെ ഭയപ്പെട്ടു പോകും. അങ്ങനെ ഭയപ്പെടാതെ പോലും RSSൻ്റെ ശാഖകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും പോവുക മാത്രമല്ല, അത്തരം ശാഖകൾ സംഘടിപ്പിക്കുന്നവർ, ഇവർ ചെയ്ത പണിയതാണ്. വെറുതെ ശാഖയിൽ പോകുന്ന ഒരാളെ അല്ല. കണ്ണൂരിലെ രാഷ്ട്രീയത്തിലും കേരളത്തിലെ പൊതുവേയും മാർക്സിസ്റ്റുകാർ കൊന്നതിൻ്റെ കണക്കെടുത്താൽ അവർ കൊന്നിട്ടുള്ളത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാരെയാണ്, പ്രവർത്തകരെയാണ്, ഭാരവാഹികളെയാണ്. ജില്ലാ ചുമതലയുള്ളവർ, താലൂക്കിൻ്റെ ചുമതലയുള്ളവർ, അല്ലെങ്കിൽ ശാഖ നടത്തുന്ന മുഖ്യശിക്ഷകന്മാർ. വെറുതെ ഏതെങ്കിലും ആൾക്കാരെ അല്ല അവർ ആക്രമിക്കുന്നത്. കാരണം നേതാവിനെ കൊന്നാൽ അനുയായികൾ ഭയപ്പെട്ടു പോകും എന്നുള്ളതാണല്ലോ അവരുടെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പാഠം. അവർക്കറിയില്ലല്ലോ RSS പ്രവർത്തകർ ഓരോരുത്തരും നേതാക്കന്മാരുമാണ്, ഓരോരുത്തരും അനുയായികളുമാണ്. ഒരേ സമയം അവർക്ക് ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട്, ഒരേ സമയം അവർ സേവകരുമാണ്. അതുകൊണ്ട് ഒരു മുഖ്യശിക്ഷകൻ പോയാൽ അടുത്തയാൾ മുഖ്യശിക്ഷകനാവും. ഒരു പ്രചാരകനെ ഉന്മൂലനം ചെയ്താൽ അടുത്തയാൾ പ്രചാരകനാവും. അറിയാമല്ലോ, പന്ന്യന്നൂർ ചന്ദ്രൻ ചേട്ടന് കൊല്ലപ്പെട്ടപ്പോൾ അന്ന് പ്രതിജ്ഞ എടുത്ത് വന്ന ആൾക്കാരാണ് ഇന്ന് കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർ. അന്ന് യുവമോർച്ചയുടെയും RSSൻ്റെയൊക്കെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന യുവാക്കൾ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ ഒരാളെ ഉന്മൂലനം ചെയ്തപ്പോൾ 100 പേർ ഉയർന്നു വരുന്ന ഒരു ആദർശമാണ് RSSൻ്റേത് എന്നറിയാത്ത പടുവിഡ്ഢികളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ.
അതറിയാത്തത് കൊണ്ടാണ് അവർ കൊന്നു തീർക്കാം RSSനെ എന്നവർ വിചാരിച്ചത്. പ്രത്യയശാസ്ത്രം കൊണ്ട്, ആദർശം കൊണ്ട് അവർക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന അടിയന്തരാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. പക്ഷേ അതിനപ്പുറം പിന്നെ പിടിച്ചു നിൽക്കാൻ അക്രമം കൊണ്ട് ഭയപ്പെടുത്തി RSSനെ ഇല്ലാതെയാക്കാം, RSSലേക്കുള്ള ഒഴുക്ക് തടയാം എന്നവർ വിചാരിച്ചു. അത് നടന്നില്ല. പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. തീർച്ചയായും അവരുടെ അക്രമ രാഷ്ട്രീയത്തിന് നിരവധി പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. അതോടൊപ്പം ശ്രീ കഫ സുരേന്ദ്രൻ, അവസാനമായി ഇന്ന് കുരുക്ഷേത്ര പ്രകാശൻ പുറത്തിറക്കുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് കൂടി ഏതാനും ചില വാക്കുകൾ. കൃത്യമായി അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലം വിശദമാക്കുന്നു, അതിനുള്ളിൽ ചരിത്രം വിശദമാക്കുന്നു, അമ്മമാരുടെ ത്യാഗം വിശദമാക്കുന്നു. അങ്ങനെ ധാരാളം സത്യസന്ധമായ വസ്തുതകൾ മാത്രം ഉൾക്കൊള്ളിക്കുന്ന ആ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടി ഏതാനും വാക്കുകൾ. ആ ഗ്രന്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാവുന്ന ഒരു പ്രധാന കാര്യം, ഈ അടിയന്തരാവസ്ഥ നടക്കുമ്പോൾ അന്ന് വാർത്താമാധ്യമങ്ങളോ ഇന്നത്തെ പോലെ ഒരു പരസ്പരം ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിന് പകരമായി RSS ഭാരതം മുഴുവൻ പ്രചരിപ്പിച്ച ഒരു ലഘുലേഖയുണ്ട്. കുരുക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. 3 തരം ലഘുലേഖയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ജനങ്ങളെ കോൺഗ്രസ് സർക്കാർ നടത്തുന്ന ക്രൂരതകളും മറ്റ് രാഷ്ട്രീയ വിവരങ്ങളും എത്തിച്ചു കൊടുക്കാനുള്ള പൊതു വാർത്താ പത്രിക, അതിൻ്റെ പേരാണ് കുരുക്ഷേത്രം. മറ്റൊന്ന്, ജയിലിൽ കിടക്കുന്നവർക്ക് രഹസ്യ വിവരങ്ങൾ എത്തിക്കാൻ, അവരിൽ നിന്ന് രഹസ്യം പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സെല്ലുലാർ എന്ന് പറയുന്ന ഒരു രഹസ്യരേഖ. ഇതെല്ലാം രഹസ്യരേഖകളാണ്. മൂന്നാമതൊന്ന്, ഈ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തുന്ന, ഈ പ്രവർത്തനങ്ങളുടെ നെറ്റ്വർക്ക് കോർഡിനേറ്റ് ചെയ്യണമല്ലോ, അത് നടത്തുന്ന അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകർക്ക് ആശയങ്ങളും സന്ദേശങ്ങളും കൈമാറുവാനുമുള്ള സുദർശനം. ഇങ്ങനെ 3 പത്രികയായിരുന്നു. ഈ വാർത്താ പത്രികകൾ തയ്യാറാക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചും ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്താ പത്രികയുടെ പേരാണ് കുരുക്ഷേത്രം. അതിൻ്റെ പേരിലാണ് പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSSൻ്റെ ഈ പബ്ലിക്കേഷൻ വിഭാഗത്തിന് കുരുക്ഷേത്രം എന്ന് പേര് കൊടുക്കാനും കാരണം. ആ കുരുക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധീകരണം അഥവാ അത് അച്ചടിക്കുമ്പോൾ ലോക സംഘർഷ സമിതിയുടെ നേതാക്കന്മാരെന്നുള്ള നിലയ്ക്ക് RSSൻ്റെ പ്രവർത്തകർ തീരുമാനിച്ച് നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും ഒരു സത്യത്തിൻ്റെ 100% സത്യസന്ധമല്ലാത്ത ഒരു കാര്യവും കുരുക്ഷേത്രത്തിൽ വാർത്തയായി കൊടുക്കാൻ പാടില്ല. ജനങ്ങളെ ആകർഷിക്കാൻ, മറ്റ് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരെയോ പ്രമുഖ വ്യക്തികളെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല എന്ന് അന്ന് കർശന നിർദ്ദേശമായിരുന്നു. 100% ഉറപ്പുള്ള, നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കുരുക്ഷേത്രം എന്ന പത്രികയിലൂടെ പ്രചരിപ്പിക്കാവൂ എന്ന് അന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു. അതനുസരിച്ചാണ് അന്ന് ആ കാര്യങ്ങൾ ചെയ്തത്. ഞാൻ പറഞ്ഞത് അതേ കാര്യമാണ് ഇപ്പോൾ ഇന്നിറക്കുന്ന പുസ്തകത്തിലും. ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരും, ഇന്ന് ഞാൻ പറഞ്ഞില്ല, മുഖ്യധാരാ പത്രങ്ങളൊക്കെ മറ്റ് രാഷ്ട്രീയക്കാരുടെ ഉടമസ്ഥതയിലോ അവർക്ക് ഉള്ളതോ ആയ മാധ്യമങ്ങളാണ്. അവരൊക്കെ ഇന്ന് പത്രം നിറയെ കള്ളച്ചരിത്രം എഴുതി വച്ചിട്ടുണ്ട്. ആ കള്ളച്ചരിത്രത്തിനപ്പുറം സമരം നടത്തിയ ഓരോ നാട്ടിലെ വ്യക്തികളാരാണ്? വെറുതെ കുറേ പേരുകൾ, രാമകൃഷ്ണൻ ഗോവിന്ദൻ എന്ന പേരുകളല്ല. ഇന്ന സ്ഥലത്തെ ഇന്ന വീട്ടിലെ ഇന്നയാൾ, ഇന്ന പ്രായമുള്ളയാൾ എന്ന് പറഞ്ഞ് 7000-ലധികം ആൾക്കാർ കേരളത്തിൽ ലോക സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ 7000-ലധികം വ്യക്തികൾ സമരത്തിൽ പങ്കെടുക്കുകയോ അറസ്റ്റ് വരിക്കുകയോ ജയിലിൽ കിടക്കുകയോ ചെയ്തിട്ടുണ്ട്. അവരുടെ മുഴുവൻ പേരുകളും വിവരങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. അതെ, തീർച്ചയായും അതൊരു മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെയധികം നന്ദി ശ്രീ കഫ സുരേന്ദ്രൻ, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചതിന്. നമസ്കാരം. നന്ദി.